ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ ദിവസമായി മര്യാദയ്ക്ക് രാവിലെ മുതൽ ഒരു വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട്. പിന്നെ നമ്മളെ കല്യാണത്തിന് ഇനി അധികം ദിവസങ്ങളൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഫേസ് റിവീലിംഗ് വീഡിയോ, കല്യാണ വീഡിയോ, നിക്കാഹ് വീഡിയോ, ഓ മൈ ഗോഡ് ഗൈസ്, കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ മമ്മിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. മമ്മിക്കൊരു ഗിഫ്റ്റ്, ഒരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് നമ്മൾ ഇന്ന് വാങ്ങി, എന്നിട്ട് മമ്മിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കും ഗൈസ്. ഓ ഷിറ്റ് ഗൈസ്, മൊത്തം വരുമ്പോൾ ഇത് ഇന്നലെ രാത്രി ആരും കാണാണ്ട് കിച്ചണിൽ അടിച്ചു മാറ്റിയ പാൽപ്പൊടിയാ. ഇന്ന് ചിക്കനാണ് ഗൈസ്, എന്റെ ഫേവറേറ്റ് ചിക്കൻ കണ്ടാ പിന്നെ കഴിക്കാണ്ടിരിക്കണം. ഉമ്മതാക്കണ ഇവിടെ കല്യാണ വിളിയും ബടായി വിളിയും ഒക്കെ കൂടിയാണ്. കുഞ്ഞു മമ്മി എല്ലാരും കല്യാണം വിളിക്കുന്നു കേട്ടോ. എന്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ടോ? ഫ്രണ്ട്സ് ക്ലാസ് 55 പേരുണ്ട്. 55 ആൾക്കാർ. മെട്രോയില് വേറെ 5-6 മെട്രോ ഫ്രണ്ട്സോ? എന്തായിട്ട് ഇത് നാട് മൊത്തം ഫ്രണ്ട്സ് ഉണ്ടാവും. മെട്രോ ഫ്രണ്ട്സ് ആണ് കോളേജിലുള്ളവർ. എന്നെ മെട്രോ എന്നാണ് കമ്പനി. എനിവേ ഗൈസ്, ഇന്ന് നമ്മളൊരു സർപ്രൈസ് സാധനം വാങ്ങുമ്പോൾ നമ്മൾ കുഞ്ഞുവിനോട് ചോദിച്ച ഷീ ഹാവ് എനി ഗസ്. ഓക്കെ, ഇത് ഞാൻ മാത്രം ഡിസിഷൻ ആണ്. സോ ഡ്യൂട്ടിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചോദിച്ചോക്കാം. കുഞ്ഞു എന്തെങ്കിലും ഐഡിയ ഉണ്ട്? എന്താണ് ഞാൻ വാങ്ങാൻ പോകുന്നത്? അയൺ ബോക്സ്. എയർ ഫ്രയറിനോ? ഇത് നമ്മൾ സാധാരണ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിലും ഇന്ന് ഐഫോൺ അല്ല, ഇത് നിനക്കല്ല, മമ്മിക്കാണ്. മമ്മിന്റെ ഡേ ആണിത്. ടുഡേസ് മോംസ് ഡേ. നമ്മൾ മിനി എടുക്കുന്നില്ല ഗൈസ്, നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഇമ്മന്റെ സർപ്രൈസ് എന്ന് പറയുന്നത് റെഡ് കളറുള്ള സാധനമാണ്. ഓക്കെ, കുഞ്ഞുമോളെ തിങ്ക്. ഓക്കെ, നമ്മൾ മിനി ഇടി പൊട്ടത്തി നമ്മൾ മിനി എടുക്കാണ്ടാണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കുന്നത് തിങ്ക് ചെയ്യും കുഞ്ഞുമോളെ. മിനി എടുക്കാണ്ട് നമ്മൾ എങ്ങോട്ട് പോവാനാ പറ? മിനി എടുക്കാതെ വല്ല ലോങ് ട്രിപ്പ് ആയിരിക്കും. അപ്പൊ കാർ ഡ്രൈവ് ചെയ്യാൻ കഴിയൂല. നമ്മൾ മമ്മിക്കൊരു സർപ്രൈസ് കൊടുക്കുക കുഞ്ഞു. ഓക്കെ, ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ പോവാ ഇന്ന്. അതാണ് നമ്മളെ മെയിൻ സംഭവം. മനസ്സിലായ? എന്ത് മനസ്സിലായത്? ഇവൾക്ക് കത്തിട്ടില്ല കുഞ്ഞു. ഇന്ന് നമ്മൾ മമ്മിക്ക് കാറ് വാങ്ങാൻ പോവാണ്. മമ്മിക്ക് ഇപ്പൊ കല്യാണമൊക്കെ ആയിട്ട് ഒരുപാട് ഡ്രൈവ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരൂല. നീ എന്തായാലും പിച്ചക്കാരനായി നിക്കണ കുറിപ്പ്. ഇമ്മക്ക് നമ്മളുടെ ഈ സിറ്റി കൂടെ ഒക്കെ കല്യാണമൊക്കെ ആയിട്ട് കുറെ അങ്ങോട്ട് പോകണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കാർ അങ്ങ് വാങ്ങി കൊടുക്കാണ്. സോ അങ്ങനെ നമുക്ക് ഇമ്മക്ക് പറ്റിയ ഒരു ചെറിയ ടൈപ്പ് കാർ. ഓക്കെ, നിനക്ക് ഞാൻ ഫ്യൂച്ചറിൽ ലംബോർഗിനി, അതുകൊണ്ടല്ല, ലൈക്ക് നിനക്ക് ഫ്യൂച്ചറിൽ നല്ല കാർ വാങ്ങി. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ചുറ്റുവട്ടത്ത് ഇമ്മക്ക് ചെറിയ മുട്ടലും തട്ടലും സ്ക്രാച്ച് ഒക്കെ വരും. നിനക്കും വാങ്ങി തരും, ഞാൻ എല്ലാവർക്കും ഞാൻ വാങ്ങി തരും ഇൻഷാ അല്ലാ. അപ്പൊ ഇന്നിപ്പോ ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ട് ജസ്റ്റ് പോയിട്ട് വാങ്ങിയാൽ മതി. അപ്പൊ ഇതാക്കണം നമ്മളെ കാർ ഇവിടെ വെച്ചിട്ട് ഇത് നിനക്കൊരു സർപ്രൈസ് അല്ലേ, എല്ലാവർക്കും ഒരു സർപ്രൈസ് അല്ലേ. ആഫ്റ്റർ 2 hour later കുഞ്ഞിന് നല്ല അസൂയുണ്ട്. എനിക്കെല്ലാം അറിയാം കുഞ്ഞിന് അസൂയുണ്ട്. മമ്മീന്റെ കാർ ഞങ്ങൾ വാങ്ങി ഗൈസ്. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് മമ്മിക്ക് നമ്മൾ കാർ വാങ്ങി. സോ അപ്പം എന്താണ് കുഞ്ഞുമോളെ ഹാപ്പി? ഇമ്മനോട് ഞാൻ മാറ്റി നിക്കാൻ പറഞ്ഞേ. ഒരു സർപ്രൈസ് ഉണ്ട് കുഞ്ഞോളെ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ് സർപ്രൈസ്? നല്ല വിശാലമായ സ്ഥലമുണ്ട്. വിശാലമായ എനിക്ക് തോന്നുന്നു നോക്കിക്കൊണ്ട് കുഞ്ഞോളെ. ഇത് ഇമ്മക്കും വല്യമ്മക്കും എന്റെ മിനിയേക്കാൾ ഇഷ്ടപ്പെടാൻ പോകുന്ന ഈ കാറായിരിക്കും. കാരണം ഇതിന് 4 ഡോറുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ഇതൊരു എന്താ പറയാ മിഡ് റേഞ്ച് കാറാണ്. ഫുൾ ഓപ്ഷൻ ആണ് അല്ല, ഫുൾ ഓപ്ഷൻ അല്ല. കാരണം റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ല, സെൻസേഴ്സ് ഒക്കെ ആണുള്ളത്. അപ്പൊ എന്താണ് കാറും കാര്യങ്ങളൊക്കെ മാനുവലും ആണ്. ഇമ്മഞ്ഞ് മാനുവൽ ഒട്ടി പഠിക്കണം, അല്ലെങ്കിൽ ഇമ്മക്ക് ഡ്രൈവർ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞു ഒന്ന് കേറിട്ട് കാണിച്ചോണ്ട. ജസ്റ്റ് എനിക്കൊന്ന് കൺഫേം ചെയ്യാൻ. ഓക്കെ, ഒന്ന് പ്ലീസ്. 1 2 3 4 5 പിന്നെ റിവേഴ്സ്. ഗൈസ്, നമ്മള് വീട്ടിലെത്തി. സോ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊണ്ടുവന്നൊന്ന് കവർ ചെയ്യണം കുഞ്ഞുങ്ങളെ. ഓക്കെ, കവർ ചെയ്തിട്ട് മാത്രം പറഞ്ഞു. ഇമ്മന്റെ വിചാരം എന്താ വെച്ചാല്, എന്താ പറയാ, ഈ ടൈലറിങ്ങിന്റെ സാധനം അങ്ങനത്തെ എന്തോ സാധനം മനസ്സിലായി അന്ന് വേണം. അപ്പൊ അങ്ങനത്തെ തന്നെ ചിത്ര വലിയ സാധനം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് കാറാണ് മനസ്സിലാവും. ബട്ട് എന്താണ് ഇമ്മന്റെ ഫേവറേറ്റ് കളർ? റെഡ്. ഗൈസ്, അപ്പൊ ഇതാക്കണ ഡ്യൂട്ടി മുക്കത്തോണ്ടിരിക്കായിരുന്നു ഞങ്ങളെ.
അപ്പൊ മമ്മി സർപ്രൈസിന് റെഡിയാണോ? ഞങ്ങള് ഓൾറെഡി സാധനം വാങ്ങി ഡ്യൂഡിന്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. സോ എന്താ കുഞ്ഞുങ്ങളെ 50-50 ഇട്ടിട്ടാണ് മേടിച്ചത്. അപ്പൊ അതാണ് വാങ്ങിയത്. സോ ഈ റെഡി. മമ്മി നല്ല ചെത്ത് ഡ്രസ്സൊക്കെ ഇട്ട് നിക്കണുണ്ട്. മാമ നോക്കണം മരം പിടിച്ചാണ് നല്ല അങ്ങോട്ട് പോരി ഞങ്ങൾ ഇവിടെ ഒക്കെ മൂടിയിട്ട് കേട്ടോ. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും റഫായിട്ട് കാണും. സോ കുഞ്ഞുമോളെ നമുക്ക് പ്രൊഡക്റ്റിന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ? ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ തോന്നില്ല. നല്ല സാധനല്ലേ, ഇനിയിപ്പൊ അത് ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിന്നെ ഏൽപ്പിച്ച ഓക്കെ മമ്മി, ഞാൻ പറയുമ്പോ വന്നട്ടോ. ഒതുങ്ങും പച്ചറ്റ് സാധനം. വന്നാല് എന്നാ അവിടെ നിക്ക്, നമുക്ക് അതൊന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് വരാം. ഓക്കെ. സോ കുഞ്ഞുമോള് ഇതാക്കണ ഗിഫ്റ്റ് പൊതിയുന്നുണ്ട്. അതെ ഒന്നുമില്ല ഗിഫ്റ്റ് കവറിൽ പൊതിഞ്ഞു തന്നതാണ്. ന്യൂസ് പേപ്പർ ഒന്നും ഇവിടെ ഇങ്ങത്താ അവിടെ വരും. വലിയ അതൊന്നും അവൻ തരൂല, കാരണം അവന് കല്യാണം പൈസ ബാക്കി ഞാൻ ഇട്ട് പിന്നെ കുറച്ച് നിങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇമ്മ ഇങ്ങോട്ട് നിന്നിട്ട് അത് നല്ല നോക്കി വാങ്ങണം എന്നല്ലേ കുഞ്ഞു ധൈര്യം പോവാം. ഹാൻഡ് ഓവർ ചെയ്ത കുഞ്ഞിന് ഡെക്കറേഷൻ കാണട്ടെ കൊണ്ട. ഡയമണ്ട് എന്തായിരിക്കും ഗസ്? ഡയമണ്ട് നെക്ലേസ് ആണ്. അതൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം. സാധനം എടുത്തിട്ട് നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് ഇറങ്ങി നമ്മൾ അറിയുന്നല്ലേ. അതെ ഡയമണ്ട് സാധനമായാലും ഇവിടെ ഉണ്ടാ കണ്ണുവിട്ടെ. ഓക്കെ തുറന്നോക്ക്. ഇങ്ങോട്ട് വാ. ഇതെന്തോ കാറിന്റെ ചാവി നല്ലോണം നോക്കി ഏതിന്റെ കാറാണെന്ന് മനസ്സിലായില്ലേ? ഇത് ആരെ കാറിനൊക്കെ കഴിഞ്ഞാൽ എന്നോട് വേറെ സാധനല്ലേ പറഞ്ഞിരുന്നേ? ഇതില്ല, എന്താ സംഭവം മനസ്സിലാവുന്നില്ല. മീനിന്റെ അതല്ല, ഓറ കൊടുത്തും ചെയ്ത് പൊട്ടത്തിയേ ഇങ്ങോട്ട് പുതിയ കാറ് വാങ്ങി നിങ്ങക്ക്. അങ്ങനല്ല കുഞ്ഞു നിനക്കല്ല ഇമ്മ, ഇങ്ങക്ക് ഇപ്പൊ കല്യാണമൊക്കെ ആയതുകൊണ്ട് തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങോട്ടോട്ട് പോവാന് കുറച്ച് നിങ്ങളെ പൈസയും കുറച്ച് കുഞ്ഞിന്റെ പൈസ ഒക്കെ കൂട്ടി കൂട്ടി നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങിയിരിക്കുന്നു. ഓക്കെ. പുറത്തെ ഒരു കാണിച്ചതാ. അങ്ങനെയാണ് ഈ കാർ ആദ്യം കാണിക്കുമല്ലോ. ഡ്രൈവ് ചെയ്യണമെങ്കിൽ കീ വേണം. ഡോറൊക്കെ ഞാളെ യു റെഡി? വിശ്വാസമില്ലല്ലേ? പോരട്ടെ മാമ ഞങ്ങളില്ലേ പോരി പോരട്ടെ. ഇറങ്ങിക്കോളി പതിയെ. വെരി ഗുഡ് നൈസ് ഗേൾ. വീണല്ലേ? ഓക്കെ റെഡി. എന്താണ് ഈ സാധനം ഇത്രത്? കുഞ്ഞുമോളെ അത് കുഞ്ഞോളെ റെഡി 1 2 3 ഓക്കെ. നോക്കി എങ്ങനെയുണ്ട് ഉമ്മ? ഫ്രണ്ടിലോട്ട് ഡോക്ടർ കാറും ഡിക്റ്റ് കാറൊന്നുമില്ല. റെഡ് നിങ്ങൾ പൊളിക്ക്. ഇത് ഡോക്ടർ കാറല്ല, നിങ്ങൾ നോക്കി. ഇത് നമ്മൾ വാങ്ങിയ കാറാണ്, ഡോക്ടർ കാറല്ല. നമ്പർ അതല്ലല്ലോ അല്ല, പിന്നെ ഡോക്ടർ കാറാണോ? ഡോക്ടറിന്റെ നമ്പർ ഉണ്ടാവും. നിങ്ങൾ കാർ എങ്ങണ്ട് നോക്കി എന്നിട്ടല്ലേ ബാക്കി. പുതിയ കാർ തന്നെയാണല്ലോ. നിങ്ങൾ നടന്ന് നോക്കി, ചുറ്റും നോക്കി. ഉമ്മച്ചി കുഞ്ഞു ഉമ്മച്ചിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ വിശ്വസിച്ചു. നീ വിശ്വസിച്ചില്ലേ? തുറന്നു നോക്കിയാ. യെസ്. കേറി നോക്കി. സ്വന്തം കാറിലൊക്കെ ഡ്രൈവിംഗ് സീറ്റ് കയറി. ഉമ്മച്ചിക്ക് സംഭവം നമ്മൾ പ്രാങ്ക് ചെയ്യുന്നോണ്ടേ ഉമ്മച്ചിക്ക് അറിയാം. ഉമ്മക്ക് ആ ഒരു സാധനം വന്നില്ല. ഇത് 2 ദിവസം കഴിഞ്ഞാലേ ഉമ്മച്ചി വിശ്വസിക്കുള്ളൂ ഞാളെ. അല്ല ആരാപ്പത്? ഈ ഗ്ലാസ് എന്താ നോക്കായല്ലോ. എനിക്ക് തന്നെ അതാ കീ ഐശ്വര്യമായിട്ട് കീ കൊടുക്കും. ഓണാക്കി. നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ കീ ഇടി. നിങ്ങളെ കാറാണ്. കുഞ്ഞപ്പുറത്ത് വേണ്ട, നീ വിടന്ന. സ്റ്റാർട്ടാക്കി കളി. അങ്ങോട്ട് ആക്കി പിടിക്കണം. ഇവിടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാ. ആക്കിക്കോ. ഇനി കൊച്ചി സിറ്റിയിലൂടെ മമ്മിയുടെ ഒരു ചാഞ്ചാട്ടം ഉണ്ടോ? ഓണടിക്ക്.
ഓണടിക്കുമ്പോ വേണ്ട വേണ്ട പക്ഷെ അതല്ല പറയുന്നേ ക്യാമറ ഓഫ് ആക്കി മമ്മി ഹാപ്പി ക്യാമറ ഓഫ് ആക്കി മമ്മി ഹാപ്പി ഓക്കെ ഓക്കെ ഇനി ഹാപ്പി ആയില്ലേ സെറ്റ് അല്ലേ ഇനി കീങ്ങൾ എടുത്തോളൂ ഓക്കെ സോ ഹാപ്പി ഗൈസ് ഇനി എപ്പോഴും ഞാൻ തന്നെ പോകേണ്ടി വരില്ല ഇനി കുഞ്ഞൂനും അതുപോലെ തന്നെ ഇമ്മക്കൊക്കെ ഡ്രൈവ് ചെയ്ത് ഞാൻ ഇനി നല്ലോണം എന്റെ സ്കിൽസ് ഹൈ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ കാറാണ് യൂസ് ചെയ്യുന്നത് യാ അതന്നെ ഡ്യൂട്ടിക്ക് വേണമെങ്കിൽ ഓടിക്കാം സോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണാം ബൈ മമ്മി ബൈ പറയും ഹാപ്പി ആയിട്ട് കീ അങ്ങോട്ട് കൊടുക്കട്ടെ കല്യാണമാണ് അതെനിക്കറിയാം എല്ലാവരും വരണം ഇൻഷാല്ലാ ഡേറ്റ് പറയാം